സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഗലാത്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ മുഹമ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള 15 കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിൽ ഇപ്പോൾ 2 ഭാഗം കഴിഞ്ഞു. അതിൽ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഇവിടെ വരെ നമ്മൾ കേട്ടതാണ്. നിങ്ങളത് കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതിന് ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായ കാര്യങ്ങളാണല്ലോ. അപ്പം ഇത് ആദ്യമേ തന്നെ പറയട്ടെ, കഴിഞ്ഞ എപ്പിസോഡിലെ ഒരാൾ വന്നിട്ട് ഒരു കമൻ്റ് അവിടെ എഴുതിയിട്ടിരിക്കുകയാണ്, ഇത് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലയോ മുസ്ലിമേ, മുഹമ്മദിയ, താങ്കൾ എഴുതിയിട്ടത് ഞാൻ കണ്ടു. അതിൻ്റെ അകത്ത് താങ്കൾക്ക് പറ്റിയ ഒരുപാട് അബദ്ധങ്ങളുണ്ടായി എഴുതിയിട്ടതിൽ തന്നെ. കാരണം അബദ്ധത്തിൽ ജീവിക്കുന്ന, അബദ്ധമായിട്ട് തന്നെ മുമ്പോട്ട് നിങ്ങളുടെ വിശ്വാസമായിട്ട് വന്ന അബദ്ധ വിശ്വാസത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് അബദ്ധമായ കാര്യങ്ങൾ എഴുതിയിടാനേ പറ്റത്തുള്ളൂ. അതാണ് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, മുഹമ്മദ് ജനിക്കുന്നതിന് നാളുകൾക്ക് മുമ്പേ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ എഴുതി വെച്ച ലേഖനങ്ങളിൽ മുഹമ്മദിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പോലും കരുതിയതല്ല. പക്ഷെ എന്നാൽ ഈ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും ഖുറാനും ഹദീസും തഫ്സീറുകളും എന്ന് വേണ്ട ഇതെല്ലാം വായിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിലെന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 15 കാര്യങ്ങളിലൂടെ മുഹമ്മദ് പോയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ് എന്നുള്ള ബോധ്യമായി. ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെ ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമല്ലല്ലോ. നിങ്ങളുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെയല്ലേ. അതിനിപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് കള്ള ഹദീസ് എന്ന്. ഇങ്ങനൊക്കെ പറയാൻ നാണമില്ലേ നിങ്ങൾക്ക്? കള്ള ഹദീസ് എന്ന് ഒരു ഹദീസ് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാം അത് കള്ള. കാരണം നീയൊക്കെ ഇത് വായിച്ചിട്ടില്ല. നീയൊക്കെ ഹദീസുകൾ മലയാളത്തിൽ പോലും പരിഭാഷപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ഹദീസുകളൊന്നും നീ വായിച്ചിട്ടില്ല. ഏതോ ഉസ്താക്കന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് കിടന്നങ്ങ് തള്ളുകയാണ്. അവരെന്തു പറയുന്നത് അതാണ്. നീയൊക്കെ കള്ള ഹദീസ് എന്ന് പറയുന്ന ഹദീസുകൾ നിങ്ങളുടെയൊക്കെ പണ്ഡിതന്മാർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി പുറത്തേക്ക് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിലുള്ളതാണ്. അതിടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വേദനയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കള്ള ഹദീസുമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. അപ്പോൾ ഇത്രയും പ്രവർത്തിക്കുന്ന ഈ 15 കൂട്ടം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷെ ഇസ്ലാമിൻ്റെ ദൈവരാജ്യത്തേക്ക് പ്രവേശിക്കാൻ, ഇസ്ലാം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലേക്ക് 10,27,000 ഹൂറികളൊക്കെ ഉള്ള ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഇത് മൊത്തം ചെയ്താൽ മതി, കുഴപ്പമില്ല. കാരണം മുഹമ്മദ് പ്രവേശിക്കുമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരും പ്രവേശിക്കും, അത് ഉറപ്പുള്ള കാര്യമല്ലേ. ഇനി ദ്വന്ദ്വപക്ഷം എന്താണ് ചെയ്തതെന്ന് നോക്കാം. അബൂ ഹുറൈറ, സയ്യിദ് ഇബ്നു ഖാലിദ് എന്നിവർ പറയുന്നു, ഒരു ഗ്രാമീണൻ തിരുമേനിയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവദൂതരെ, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് എന്റെ കാര്യത്തിൽ വിധി കൽപ്പിക്കുവാൻ അള്ളാഹുവിനെ മുൻനിർത്തി ഞാനിതാ അങ്ങയോട് അപേക്ഷിക്കുന്നു. മറ്റേ പ്രതി പറഞ്ഞു, അയാൾ ഇയാളെക്കാൾ ബോധവാനാകുന്നു. അതെ, അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് ഞങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുകയും 2 വാക്ക് സംസാരിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്താലും പറയൂ, തിരുമേനി അരുളി. അയാൾ പറഞ്ഞു, എൻ്റെ മകൻ ഇയാളുടെ ഒരു കൂലിക്കാരനായിരുന്നു. അയാൾ ഇയാളുടെ ഭാര്യയെ വ്യഭിചരിച്ചു. എൻ്റെ മകനുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ 100 ആടുകളെയും 1 അടിമപ്പെണ്ണിനെയും പ്രായശ്ചിത്തം നൽകി ഞാൻ എൻ്റെ മകനെ മോചിപ്പിച്ചു. വിജ്ഞാനികളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എൻ്റെ മകന് 100 അടിയും 1 വർഷത്തെ നാടുകടത്തലും ഇവന്റെ ഭാര്യയ്ക്ക് എറിഞ്ഞുകൊല്ലലുമാണ് ശിക്ഷയെന്ന് അവരെന്നോട് പറഞ്ഞു. തിരുമേനി അരുളി, എൻ്റെ ആത്മാവിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ കൊണ്ട് സത്യം, അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ഞാൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. അടിമപ്പെണ്ണും ആടും നീ തിരിച്ചെടുത്തുകൊള്ളുക. നിന്റെ മകന് 100 അടിയും 1 വർഷത്തെ നാടുകടത്തലുമാണ് ശിക്ഷ. അനസ്, നീ ഇവന്റെ ഭാര്യയുടെ അടുത്തുപോയി അന്വേഷിക്കൂ. അവൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ അവളെ എറിഞ്ഞു കൊല്ലുക. അബൂ ഹുറൈറ പറയുന്നു, അങ്ങനെ അനസ് പോയി അപ്പോഴവൾ സമ്മതിച്ചു.
അതനുസരിച്ച് അവളെ എറിഞ്ഞു കൊല്ലാൻ തിരുമേനി കൽപ്പിക്കുകയും എറിഞ്ഞു കൊല്ലുകയും ചെയ്തു. സൊഹീഹുൽ ബുഖാരി അധ്യായം 55 ഹദീസ് നമ്പർ 1153 പേജ് 588. അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യഭിചാരം ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കുറ്റമല്ല. 2 പേർ അതിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ശിക്ഷയും 2 പേർക്ക് തുല്യമായി നൽകുകയും വേണം. എന്നാൽ മുഹമ്മദ് ഇവിടെ പക്ഷാപതപരമായിട്ടുള്ള ശിക്ഷ വിധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷത്തിന് മരണവും മറ്റേ പക്ഷത്തിന് അടിയും 1 വർഷത്തെ നാടുകടത്തലുമാണ് ശിക്ഷയായി വിധിച്ചത്. ഒരേ തെറ്റ് ചെയ്താലും ശിക്ഷയ്ക്ക് അർഹരായ 2 പക്ഷത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് മുഹമ്മദ് ഇവിടെ ചെയ്തത്. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വന്ദ്വപക്ഷം എന്ന് പറയുന്നത് 2 പേർക്കും ഒരുപോലെ ശിക്ഷ വിധിക്കേണ്ട കാര്യത്തിന്മേൽ അങ്ങനെ ശിക്ഷ വിധിക്കാതെ ഓരോരുത്തർക്ക് മുഹമ്മദിന് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു ഒക്കെയാണെന്നാണ് പറയുന്നത്. അള്ളാഹു ഒന്നുമല്ല നിയന്ത്രിക്കുന്നത്. അത് രാമനുണ്ണി സാറിന് മറുപടി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ആരാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ദ്വന്ദ്വപക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഭിന്നത എന്താണ് ചെയ്തതെന്ന് നോക്കാം. ഈ മുഹമ്മദിന് സൈനബയോടുള്ള അഭിനിവേശം മൂലം സെയ്ദിൻ്റെയും സൈനബയുടെയും കുടുംബത്തിൽ ഭിന്നത ഉണ്ടായത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് 2 മുമ്പുള്ള കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം സെയ്ദിൻ്റെയും സൈനബയുടെയും കുടുംബത്തിൽ ഭിന്നത ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും എല്ലാം ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കുടുംബജീവിതത്തിൽ തന്നെ ഭിന്നത ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് തന്നെ മുഹമ്മദ് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, കുടുംബജീവിതത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവൻ ഏറ്റവും ശപിക്കപ്പെട്ടവനാണെന്നൊക്കെ പറയുന്ന ഹദീസുകൾ വേറെയുണ്ട്. അതെന്തൊക്കെ ഇസ്ലാമിക പണ്ഡിതരായിട്ടുള്ള ഇവരാരും വായിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അടുത്ത അസൂയ. സൂറ 33 53 അവസാന ഭാഗത്ത് മുഹമ്മദിന്റെ കാലശേഷം മുഹമ്മദിന്റെ ഭാര്യമാരെ മുസ്ലിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കാണാം. മുഹമ്മദിന് മറ്റൊരു വ്യക്തിയോടുണ്ടായ അസൂയിൽ നിന്നുണ്ടായ ആയത്താണത്. ആയിഷയുടെ ഒരു ബന്ധുവും കളിക്കൂട്ടുകാരനുമായ തൽഹ സ്ഥിരമായി ആയിഷയെ സന്ദർശിക്കാറുണ്ടായിരുന്നു. മുഹമ്മദിനാണെങ്കിൽ ഇത് ഇഷ്ടമല്ല. ഇനി മുതൽ ആയിഷയെ കാണാൻ വരിരുന്ന ഒരു ദിവസം മുഹമ്മദ് അവനോട് പറഞ്ഞു. തൽഹ എന്ത് ചെയ്തു? അത് കേട്ട് പുറത്തിറങ്ങിപ്പോയ ശേഷം ഇപ്രകാരം പറഞ്ഞു, നബിക്ക് പ്രായമായി, നബിയുടെ മരണശേഷം ഞാൻ ആയിഷയെ വിവാഹം കഴിക്കും. ഇത് മുഹമ്മദ് അറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇരുന്ന് പുതിയ ആയത്തങ്ങ് ഓതുകയാണ്. ഏതാ? ഈ 33 53 തൽഹ പറയാണ്, നബിക്ക് പ്രായമായി, മുഹമ്മദിന് പ്രായമായി, അപ്പൊ ഇനി നബിയുടെ മരണശേഷം ഞാൻ ആയിഷയെ 6 വയസ്സിൽ നിക്കാഹ് ചെയ്ത, അല്ലെങ്കിൽ 5 വയസ്സിൽ 8 മാസത്തിൽ നിക്കാഹ് ചെയ്ത ആയിഷയെ നിക്കാഹ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തായി? പുതിയ ആയത്തിറങ്ങി. അപ്പൊ അള്ളാഹുവിന്റെ ദൂതന് ശല്യമുണ്ടാക്കാൻ നിങ്ങൾക്ക് പാടില്ല. അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യമാരെ നിങ്ങൾ നിക്കാഹ് കഴിക്കാനും പാടില്ല. തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള ഗൗരവമുള്ള കാര്യമാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 33 53 ഇറങ്ങി. അപ്പം ഇതിനെപ്പറ്റി ഇസ്ലാമിക പണ്ഡിതനായ ഇബിൻ കത്തീർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. കാരണം ഇബിൻ കത്തീറിനൊക്കെ ഇനി ഇവര് തള്ളിക്കളഞ്ഞിട്ട് ഇനി പുതിയ ആൾക്കാർ പ്രതിഷ്ഠിക്കുമെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവിടെ ഇബിൻ കത്തീർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ ദൂതനെ നിങ്ങൾ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ശരിയല്ല. ഇത് പ്രവാചകന്റെ മരണശേഷം ഭാര്യമാരിൽ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാളെ കുറിച്ചാണ് വെളിപ്പെട്ടത്. ഒരാൾ സുഫിയാനോട് പറഞ്ഞു, അതാണോ ആയിഷയോ? അദ്ദേഹം പറഞ്ഞു, അതാണ് അവർ പറഞ്ഞത്, ഇത് ചെയ്യാൻ ആഗ്രഹിച്ചത്. തൽഹ ബിൻ ഉബൈദുല്ലാഹ് ആയിരുന്നുവെന്ന് അസ്ദുദിൽ നിന്നുള്ള തന്റെ വിവരണ ശൃംഖലയിലൂടെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അത് വിലക്കിക്കൊണ്ടുള്ള ആയത്ത് അവതരിക്കുന്നതുവരെ, അതിനാൽ അള്ളാഹുവിന്റെ റസൂൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിവാഹം കഴിച്ച സ്ത്രീകളിൽ ആരെയും വിവാഹം ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠമായി പ്രസ്താവിച്ചു. കാരണം അവർ ഇഹത്തിലും പരത്തിലും അവന്റെ ഭാര്യമാരാണ്. മുമ്പ് പറഞ്ഞതുപോലെ വിശ്വാസികളുടെ അമ്മമാർ. അത് വളരെ ഗൗരവമുള്ള കാര്യമായി അള്ളാഹു കണക്കാക്കുകയും അതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു. മുഹമ്മദിന് പ്രായമായി എന്ന് കണ്ടപ്പോഴത്തേന് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന ഇടപാടാണ്. ഇനി യഹൂദനും ക്രിസ്ത്യാനികളോടും ഈ മുഹമ്മദ് ചെന്നിട്ട് അള്ളാഹു ദൈവമാണെന്നും മുഹമ്മദ് റസൂലാണെന്നും പറഞ്ഞിട്ട് അവർക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റാതെ നോക്കുമ്പോൾ യഹൂദനോടും ക്രൈസ്തവനോടുള്ള അസൂയ മൂത്തട്ട് അവരുടെ മേൽ വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവും. അവരുടെ മേൽ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അബൂ ബുർദ തന്റെ പിതാവിൽ നിവേദനം, നബി പറഞ്ഞു,
ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും. എന്നിട്ട് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവ ക്രിസ്ത്യാനികളുടെയോ ജൂതരുടെയോ മേൽ വെക്കും. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 49 ഹദീസ് നമ്പർ 51. എങ്ങനെയുണ്ട്? അസൂയ എന്ന് പറയുന്നത് ഇത് അസൂയ വളരെ മാന്യനായ വ്യക്തിയാണ് കേട്ടോ. മുഹമ്മദ് എന്ന് പറയുന്ന ആള് ഇതുപോലെ അസൂയ മൂത്ത ഒരു മനുഷ്യൻ. കാരണം ഒന്നും ചെയ്യാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് യഹൂദനോടോ ക്രിസ്ത്യാനികളോടോ എന്തെങ്കിലും ചെയ്തിട്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റാത്തതുകൊണ്ട് അവസാനം അസൂയ മൂത്ത് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് അങ്ങിട്ടു. തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് ഓരോ മുസ്ലിമിനും ഓരോരോ ക്രിസ്ത്യാനിയോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളു എന്ന് പറയുമ്പോഴത്തേന് ഇത് നിനക്ക് നരകത്തിൽ നിന്നുള്ള മോചനമാണെന്നാണ് പറയുന്നത്. എങ്ങനെ? ഇത് നരകത്തിൽ നിന്നുള്ള മോചനം. ഇനി അടുത്ത ഒരു ഹദീസുണ്ട്. സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 49 ഹദീസ് നമ്പർ 50. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ പിതാവിൽ നിവേദനം. നബി പറഞ്ഞു, ഒരു മുസ്ലിമും മരിക്കുന്നില്ല അള്ളാഹു അവന്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. എങ്ങനെയുണ്ട്? അസൂയ മൂത്തട്ട് ഒരു മനുഷ്യൻ ഒരു സമൂഹത്തെ മുഴുവനും എടുത്ത് എന്ത് ചെയ്യാണ്? ആ നരകത്തിലേക്ക് അങ്ങിടുവാണ്. ആ നരകത്തിലേക്ക് ഇടുന്നതിന്റെ ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതാണ് പറയുന്നത്, ഈ മുഹമ്മദിന്റെ ജീവിതത്തിൽ അസൂയ എന്നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നേരത്തെ വായിച്ച 33 53 ഇതുമെല്ലാം കൂടെ നോക്കുമ്പോൾ അസൂയ ഒട്ടുമില്ല. കാരണം തൊൽഹയോട് മുഹമ്മദിന് അസൂയ മുഴുത്തതിന്റെ ഫലം അനുഭവിക്കേണ്ടത് മുഹമ്മദിന്റെ ഭാര്യമാരാണ്. ഇസ്ലാമിൽ വിധവാ വിവാഹം നിരോധിച്ചിട്ടില്ല. എന്നിട്ടും മുഹമ്മദിന്റെ വിധവമാർ എല്ലാവരും മരണം വരെ പുനർവിവാഹം കഴിക്കാൻ പറ്റാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നു. മുഹമ്മദ് മരിക്കുമ്പോൾ ആയിഷയുടെ പ്രായം 18-ൽ താഴെയാണ്. ആയിഷ മരിക്കുന്ന ഏകദേശം 66 വയസ്സുള്ളപ്പോഴാണ്. അരനൂറ്റാണ്ടിനടുത്ത് ആയിഷ വൈദവ്യം പേറി ജീവിച്ചു. തൊൽഹയെ ആയിഷ കാണാൻ വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരായത്ത് ഖുറാനിൽ ഉണ്ടാകുമായിരുന്നോ എന്ന് ഒരു സംശയമാണ്. കാരണം സകലതും സൃഷ്ടിക്കുന്നതിനും മുമ്പേ ഒക്കെ എഴുതി വെച്ച പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ മുഹമ്മദിന്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യഹൂദനും ക്രിസ്ത്യാനികളോടും വൈരാഗ്യം അങ്ങോട്ടും മൂത്തിട്ട് ഈ ഭൂമിയിലുള്ള സകല മുസ്ലിങ്ങളുടെ പാവങ്ങളെ ഇവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും എന്നുള്ള ആശയമൊക്കെ കൊടുത്തിട്ട് പോകുന്നു. എന്താ ഒരു ഗതികേട് ഇസ്ലാമിന്റെ! എന്നിട്ട് ഇതൊന്നും വായിക്കുകയോ ഒന്നും അറിയാൻ വയ്യാത്ത കുറെ എണ്ണം പറഞ്ഞിട്ട് ഇത് കള്ളഹദീസാണ്, ഇത് കള്ളഹദീസാണ്, ഇത് കള്ളഹദീസാണ്. അത് നിങ്ങളുടെയൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം തന്നെയാണ്, അല്ല വേറെ എന്താണ്. ഇനി അടുത്ത 14 മദ്യപാനം. ഇത് പറയുമ്പോഴത്തേനും പറയും ഞങ്ങളുടെ പുസ്തകത്തിൽ മദ്യപാനോ മദ്യത്തിന്റെ അടുത്തേക്ക് അടുക്കരുതെന്നാണ് പറയുന്നത്. പക്ഷെ മദ്യത്തിന്റെ പുഴ ദൈവം അനുവദിച്ച അടുത്ത ഒരാൾക്ക് ഒരു മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കാണാം. ഗാബർ ബിൻ അബ്ദുള്ള വിവരിക്കുന്നത്, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുടിക്കാൻ ആവശ്യപ്പെട്ടു. അവന്റെ ആളുകളിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഞങ്ങൾ നിനക്ക് കുടിക്കാൻ വീഞ്ഞു നൽകാമോ? അതെ എന്ന് അവൻ പറഞ്ഞു. അവൻ ഗേബർ പാനയും തേടി പുറത്തേക്ക് പോയി. ഒരു കപ്പ് വീഞ്ഞുമായി മടങ്ങി. ദൂതൻ ചോദിച്ചു, ഒരു കഷ്ണം പുളിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾ ഇത് പുളിപ്പിച്ചിട്ടുണ്ടോ? അവൻ അതെ എന്ന് പറഞ്ഞു. അവൻ മുഹമ്മദ് കുടിച്ചു. സുഹീഹ് മുസ്ലിം ഹദീസ് 3753. അപ്പൊ ഇതൊക്കെ കൊണ്ടായിരിക്കാം MM അക്ബർ പോയി കള്ളു കുടിച്ചത്. ശരിയായിരിക്കുമല്ലോ, ഇതൊക്കെ കൊണ്ടായിരിക്കാം MM അക്ബർ പോയിട്ട് എന്ത് ചെയ്തത്? കള്ളു കുടിച്ചത്. അത് വേറൊരു വശം. ഈ മുഹമ്മദ് നബീദ് കുടിച്ചു, നബീദ് ഒരിക്കലും കള്ളല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ MM അക്ബർ പറയുന്നത് ഇതൊന്ന് കേട്ടു നോക്കി. പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാനും കള്ളു കുടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇങ്ങനെ കണ്ണുക്കൂ. ഞാൻ പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടുണ്ട്. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോൾ എൻ്റെ ആതിഥേയൻ്റെ വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിച്ചു പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ പേര് പറഞ്ഞിട്ട്, അക്ബർ സാഹിബിന് കുറച്ച് കള്ളു കൊടുക്കും. ഞാനും ഞെട്ടി, എന്താ സാധനം. അപ്പോൾ നല്ല രസമുള്ള നല്ല രുചിയുള്ള ഒരു പാനീയം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു, ഞങ്ങളിവിടെ, ഇത് ദ്വീപിലാന്ന് എനിക്ക് ഓർമ്മല്ല, ഞങ്ങളിവിടെ വരുന്ന അതിഥികൾക്ക് സൽക്കരിക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാനീയമാണ്. ഞങ്ങളതിന് കള്ളെന്നാ പറയുക. ഇതെന്താ സംഭവിച്ചാൽ തെങ്ങിൽ നിന്ന് വെട്ടിയെടുത്ത്
ഉടനെയുള്ള ആ നമ്മൾ ഇവിടുത്തെ കള്ള് തന്നെ, ഇവിടുത്തെ കള്ളാവുമ്പോൾ 2 ദിവസം കഴിയുമെന്ന് മാത്രം, അത് എട്ടിയെടുത്ത ഉടനെയുള്ള പാനീയം നല്ല ടേസ്റ്റാണ്. കേട്ടാ, ആശാൻ പോയി കള്ളു കുടിച്ചു. വീഞ്ഞെന്ന് പറയുന്നത് ലഹരിയാണെന്ന് പറഞ്ഞു പുസ്തകം എഴുതിയ ആള് അവിടെ പോയി കള്ളു കുടിച്ചു. അപ്പൊ മുർദ്ദതായോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇനി 15ാമത്തെ വിഷയം വെറിക്കൂത്ത്. വെറിക്കൂത്ത് അറിയാലോ. വെറിക്കൂത്തുകൾക്ക് അനുമതി കൊടുത്ത ഒരാളായിരുന്നു ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ്. വെറിക്കൂത്തുകൾക്ക് അനുമതി. ജാബിർ സലാമ എന്നിവർ പറഞ്ഞു, ഞങ്ങൾ ഒരു സൈന്യത്തിലായിരുന്നപ്പോൾ തിരുമേനി വന്നിട്ടല്ലേ നിങ്ങൾക്ക് താൽക്കാലിക വിവാഹത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് താൽക്കാലിക വിവാഹമാകാം. സുഹീഹുൽ ബുഖാരി അധ്യായം 67 ഹദീസ് നമ്പർ 1796 പേജ് 892. താൽക്കാലിക വിവാഹം വെറിക്കൂത്തിന് വേണ്ടി ഒരു സൈന്യത്തിലായിരിക്കുമ്പോൾ അവിടെ ചെല്ലുന്നവരുമായിട്ട് താൽക്കാലിക വിവാഹം വെറിക്കൂത്ത് നടത്താനുള്ള എല്ലാ അനുമതിയും ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് കൊടുത്തിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നല്ലേ തരുന്നത്? ഇതൊക്കെ കള്ളഹദീസുകളാണോ? ആണെന്നുണ്ടെങ്കിൽ സുഹീഹ് മുസ്ലിം ബുഖാരിയൊക്കെ തള്ളിക്കളയൂ. അങ്ങനെ തള്ളിക്കളഞ്ഞ ടീമുകൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അടുത്തതിന് അത്വാ നിവേദനം. ജാബിർ ഇബ്നു അബ്ദുള്ള ഉംറ നിർവഹിക്കാനായി വന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ചെന്നു. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തോട് പല കാര്യങ്ങളും അന്വേഷിച്ചു. പിന്നെ അവർ താൽക്കാലിക വിവാഹത്തെ പറ്റിയും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞങ്ങൾ നബിയുടെ കാലത്തും അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലങ്ങളിലും താൽക്കാലിക വിവാഹം ചെയ്തിട്ടുണ്ട്. സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 15. ഇത് കേൾക്കുമ്പോൾ ചിലവർ വന്നിട്ട് പറയും, നിങ്ങളുടെ പ്രവാചകൻ താൽക്കാലിക വിവാഹം നിരോധിച്ചിരുന്നു. ഹദീസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ടോളൂ. അങ്ങനെയെങ്കിൽ മുഹമ്മദിന്റെ കാലത്ത് താൽക്കാലിക വിവാഹം നിർത്തിയെങ്കിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണകാലങ്ങളിൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ താൽക്കാലിക വിവാഹം ചെയ്തത്? അപ്പം നിങ്ങൾക്ക് അതിലൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ റസൂല് നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ ഉണ്ടിട്ടുണ്ടെങ്കിൽ റസൂല് നിരോധിച്ച് റസൂല് മരിച്ചു കഴിഞ്ഞു മറ്റവരുടെ ഭരണകാലത്ത് ഇത് നടന്നിട്ടുണ്ട്. ഇനി റബീ ബിനു സബ്രത്ത് നിവേദനം. അദ്ദേഹത്തിന്റെ പിതാവ് മക്ക വിജയ യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളവിടെ 15 ദിവസം താമസിച്ചു, രാവും പകലുമായി 30. അപ്പോൾ ഞങ്ങൾക്ക് റസൂൽ താൽക്കാലിക വിവാഹം അനുവദിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളും കൂടി പുറപ്പെട്ടു. എനിക്ക് സൗന്ദര്യത്തിൽ അവനേക്കാൾ പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഓരോ പുതപ്പുമുണ്ട്. എൻ്റെ പുതപ്പ് പഴയതായിരുന്നു, എൻ്റെ കൂടെയുള്ള പൃഥ്വിയപുത്രന്റെ പുതിയതും മാർദ്ദവുമുള്ളതുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മക്കയുടെ താഴ്ഭാഗത്തോ അതോ മുകൾ ഭാഗത്തോ ആയിരുന്നപ്പോൾ കഴുത്ത് നീളമുള്ള ഭംഗിയുള്ള ഒരു യുവതിയെ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളിൽ ഒരാളെ താൽക്കാലിക വിവാഹം കഴിക്കാമോ? നിങ്ങൾ 2 ആളും എന്താണ് മഹറായി ചെലവഴിക്കുക? അവൾ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ പുതപ്പ് നിവർത്തി കാണിച്ചു കൊടുത്തു. അവൾ 2 ആളെ നോക്കി. എൻ്റെ കൂട്ടുകാരൻ അവളുടെ ഭംഗിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ പുതപ്പ് പഴയതാകുന്നു, എൻ്റെ പുതപ്പ് പുതിയതും മാർദ്ദവുമുള്ളതാണ്. ആ പുതപ്പും മോശമല്ല എന്നവൾ 2ഓ 3ഓ പ്രാവശ്യം പറഞ്ഞു. പിന്നെ ഞാൻ അവളെ താൽക്കാലിക വിവാഹം കഴിച്ചു. റസൂൽ നിരോധിക്കുന്നവരെയും ഞാൻ അതിൽ നിന്നും ഒഴിവായിട്ടില്ല. സുഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 16 ഹദീസ് നമ്പർ 20. ഇപ്പൊ റസൂൽ നിരോധിക്കുന്നവരെ ഞാൻ അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഏതാ? താൽക്കാലിക വിവാഹം. മുഹമ്മദ് അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണകാലത്ത് ഇത് പിന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ മുഹമ്മദിന് എന്തെങ്കിലും ഒരു വില ഇവർ കൊടുത്തായിരുന്നു? ഒരു വിലയും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇതിനെ ബൈബിളിന്റെ ഭാഷയിലെ വ്യഭിചാരം എന്ന് പറയും. കാരണം ദൈവത്തെ അറിയാത്ത മറ്റു മനുഷ്യർ ഈ പട്ടികയിലുള്ള 5ഓ 6ഓ ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്തെന്ന് വരാം. കഠിന ഹൃദയ മനുഷ്യരാണെങ്കിൽ 10 വരെയാകാം. പക്ഷെ മുഹമ്മദ് ഇതിലെ 15 കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യനാണോ ഇത് എന്നാരെങ്കിലും മുഹമ്മദിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാല് അയാളെ കുറ്റം പറയാൻ പറ്റുമോ? ഇത് മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. ഹദീസുകളൊക്കെ പരിശോധിച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ചിലപ്പം ഒരു 10 എപ്പിസോഡ് കഴിഞ്ഞാലും തീരത്തില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഈ 15 കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ 15 എപ്പിസോഡ് ചെയ്യേണ്ടി വരും. ഓരോ കാര്യത്തിനും ഓരോ എപ്പിസോഡ് വീതം ചെയ്യേണ്ടി വരും. 1/2 മണിക്കൂറത്തെ വീഡിയോ ചെയ്യാനുള്ള സാധനമുണ്ട്. അപ്പോൾ ഈ ഇത്രയും വ്യക്തമായ എളുപ്പമായിട്ട് മുഹമ്മദിനെ തുറന്നു കാണിക്കാൻ സാധിക്കുന്ന വിധത്തില് ദൈവവചനത്തിൽ ഇക്കാര്യം രേഖപ്പെടുത്തി വെച്ച് പൗലോസ് അപ്പോസ്തലനായതിനാൽ ദാവാക്കാർക്ക് പിന്നെ അപ്പോസ്തലനെ പറ്റി നല്ലത് വല്ലതും പറയാൻ കാണൂ?
പൗലോസ് അപ്പോസ്തലനുള്ള ദേഷ്യം ഇതാണ്. യേശുവിന്റെ കൂട്ടത്തിൽ നടന്നില്ല ആള്. ഏതാ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇല്ലായിരുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അത്രയും ആധികാരികതയോട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഈ അള്ളാഹുവിന്റെ തിരുദൂതനാണെന്നും പറഞ്ഞു വന്ന മുഹമ്മദ് ഇതിലെല്ലാം വീണു പോയിട്ടുണ്ടെങ്കിൽ ഈ പൗലോസ് അപ്പോസ്തലനെ പിന്നെ ഇവർ വെറുതെ വെച്ചേക്കുവോ? കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമല്ലേ? എന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ. നിങ്ങൾ സൂറത്ത് യാസിനൊക്കെ ഒന്ന് വായിച്ചു വരുമ്പോൾ അവിടെ ഈസയുടെ മൂന്ന് ശിഷ്യന്മാരെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്ന ആ 3 ശിഷ്യന്മാരിൽ 3-ാമത്തെ ആള് പൗലോസാണ്. അള്ളാഹുവിനാണോ തെറ്റുപറ്റിയത്, പണ്ഡിതന്മാർക്കാണോ തെറ്റുപറ്റിയത്, അതോ അതിനെ മുഹമ്മദിലേക്ക് ഇറക്കി കൊടുത്ത മലക്കിനാണോ തെറ്റുപറ്റിയത്, അതോ മുഹമ്മദിന് തെറ്റുപറ്റി, ആർക്കോ തെറ്റുപറ്റിയതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം റാസിയുടെ തഫ്സീർ എന്ന് വേണ്ട ആദ്യകാല പണ്ഡിതന്മാരുടെ തഫ്സീർ, ഇനി കേരളക്കരയിലുള്ള ഇവരുടെയൊക്കെ വലിയ പണ്ഡിതനായ അമാനു മൗലിയുടെ തഫ്സീർ എന്ന് വേണ്ട ഇവിടെ എല്ലാം പൗലോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ പൗലോസ് അപ്പോസ്തലനെ പറ്റി മോശം പറഞ്ഞു നടക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. അള്ളാഹു അംഗീകരിച്ച അതെന്തെക്കാളും പണ്ഡിതന്മാർക്ക് എഴുതാൻ പറ്റത്തില്ല. മുഹമ്മദ് അംഗീകരിക്കാതെ പണ്ഡിതന്മാർക്ക് എഴുതാൻ പറ്റത്തില്ല. മലക്ക് അംഗീകരിക്കാതെ പണ്ഡിതന്മാർക്ക് എഴുതാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളെ പോലുള്ള കുറെ എണ്ണം കിടന്നുണ്ട് പൗലോസ് അപ്പോസ്തലനെ പറ്റി അതും ഇതും പറയുമ്പോഴത്തേനും ചിന്തിച്ചോണം. നിങ്ങളാണ് അള്ളാഹുവിനെയും ഖുറാനെയൊക്കെ ചെന്ന് എന്നിട്ട് വേറെ ഒരാൾ ഒരു മഹാരി എഴുതുകൊണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ട് പൗലോസിനെ തള്ളി പറയുന്നത് മുസ്ലിങ്ങളല്ല ക്രിസ്ത്യാനികളാണെന്ന്. പൗലോസ് എന്ന് പറയാനുള്ള യോഗ്യത നിങ്ങളുടെ നാവിനുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ നിൽക്കുന്നതിന്റെ 7 കടലിന് അക്കരെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ലാത്തവരാണ്. എന്നിട്ട് പൗലോസ് അപ്പോസ്തലന്റെ പേരും പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ഈ 15 കാര്യങ്ങളുടെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. ദൈവം അനുവദിച്ചാൽ ഇനിയും ഓരോരോ വിഷയങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഇതെല്ലാം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് കേട്ടോ. എം അക്ബർ പറഞ്ഞു, ഒരു കാലത്ത് പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കും എന്ന് പറയുന്നത്. ഞങ്ങളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എം അക്ബറിന്റെ വായിൽ നിന്ന് കിട്ടിയ കുറെ ഓശാരമായിട്ട് കുറെ എണ്ണം ഫേസ്ബുക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും വന്നിട്ട് വെറുതെ ഇരിക്കുന്ന നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ മോശമാണ് ഇതാണെന്ന് പറയുമ്പോൾ ആരാണ് ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് നല്ലവനായത്, ദൈവത്തെ അറിഞ്ഞിട്ട് നല്ലതായത് ആരാണെന്നുള്ളതിനെപ്പറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ്. കാരണം മുഹമ്മദ് അള്ളാഹുവിനെ അറിഞ്ഞതിന് ശേഷം അല്ലമീൻ എന്ന് പറഞ്ഞ ഒരാളെ പിന്നീട് കാണുന്നത് വേറൊരു സ്വഭാവമാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് യേശുക്രിസ്തുവിനെ അറിഞ്ഞ് കർത്താവ് 3 ദിവസം കണ്ണിന് കാഴ്ചയില്ലാതെ ഇരുന്നതിന് ശേഷം പിന്നീടുള്ള പൗലോസ് അപ്പോസ്തലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സൃഷ്ടിയായിട്ട് തീർന്ന പൗലോസിനെയാണ്. അതുകൊണ്ട് എന്നെ കേട്ടാൽ നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു മനുഷ്യന് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ്. എന്നെ കേട്ട മുസ്ലിം സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ, വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിച്ച് കബറിൽ കിടക്കുന്ന മുഹമ്മദിനെ പിൻപറ്റാതെ നിങ്ങളുടെ പാപങ്ങൾക്കായിട്ട് മുഹമ്മദിന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്കായിട്ട് ഭൂമിയിലെ സകല മനുഷ്യരുടെ പാപങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ പിൻപറ്റുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിത്യജീവൻ അവകാശികളായി തീരത്തുള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട്, വളരെ സത്യസന്ധമായിട്ട്, വളരെ നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ യേശുവിനെ പിൻപറ്റണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. എന്നെ കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.